ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഗീസ് വ്ലോഗ്. ഇന്ന് നാടൻ കപ്പ കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു തോരൻ വെച്ചാലോ. നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ നാടൻ കപ്പ എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇത് ആദ്യം ഞാൻ വൃത്തിയാക്കുകയാണ്. ഗൈസ്, നമ്മുടെ അവിടെ മൊത്തം പാടാ പറഞ്ഞില്ലേ, ആ പാടത്തുനിന്ന് പിന്നെ കൃഷി ചെയ്യുന്നുണ്ട്, കപ്പ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് മേടിച്ചതാണ്. അടിപൊളി കപ്പയാണ്. ഞങ്ങള് മരച്ചീനിയും പറയാറുണ്ട് കേട്ടോ. നിങ്ങളവിടെയൊക്കെ കൂടുതൽ എന്താ പറയാറ്? കമന്റ് ചെയ്യുക ഗൈസ്. ഇവിടെ 8-9 മണിയായി രാവിലെ, പക്ഷെ എന്നാലും മഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല കട്ടൻ ചായക്ക് അല്ലെങ്കിൽ കട്ടൻ കാപ്പി തോരനും സൂപ്പറാവും. ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നല്ല കട്ടൻ കാപ്പി അതേപോലെ തോരനും കഴിക്കാറുണ്ട്. പിന്നെ ഏറ്റവും ടേസ്റ്റ് നമ്മളിതിൽ 2-3 പച്ചമുളക് ഇടുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ മോനധികം പിന്നെ എരി കൂട്ടാറില്ല, അതുകൊണ്ട് പച്ചമുളക് അങ്ങനെ ഇടലില്ല. അപ്പോൾ നല്ലോണം കഴുകിയെടുക്കുകയാണ്. ഞങ്ങളെ ഇപ്പോൾ എൻ്റെ മോനൊക്കെ ഓരോ ഭക്ഷണങ്ങൾ ഞങ്ങൾ പുറത്ത് പോകുമ്പോഴൊക്കെ പറയും, അമ്മേ അത് വേണം ഇത് വേണം അങ്ങനെയൊക്കെ പറയൂട്ടാ. എല്ലാ കുട്ടികളും പറയുന്നുണ്ടാവും. പക്ഷെ ഞാനും ചേച്ചി ഏട്ടനും ഞങ്ങൾ 3 മക്കളാണ്. അപ്പം ഞങ്ങൾ ഇതുവരെ കുട്ടിയിൽ അച്ഛാ അത് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണം അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഇപ്പോഴത്തെ എൻ്റെ കുഞ്ഞിൻ്റെയും ചേച്ചിയുടെ കുട്ടി ഏട്ടൻ്റെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ഞങ്ങൾ അവരോരോന്ന് കാണുമ്പോൾ അത് വേണമൊക്കെ പറയുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഞങ്ങൾക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള ഒരു ഇതും ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോൾ അച്ഛൻ്റെ ഒപ്പം പോകുമ്പോൾ അച്ഛനോട് ചോദിക്കും, ഞങ്ങൾ അച്ഛാ അത് മേടിച്ച് തരുമോ ചോദിക്കും. അപ്പോൾ അച്ഛൻ പറയും ചിലപ്പോൾ സാഹചര്യം കൊണ്ടാവാം. അച്ഛൻ പറയും പിന്നെ മേടിക്കുക പറയുമ്പോൾ ഞങ്ങളത് അക്സെപ്റ്റ് ചെയ്തിരുന്നു. കാരണം ആയിക്കോട്ടെ അച്ഛൻ്റെ കയ്യിലില്ലല്ലോ ഉള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു കാര്യം ഞങ്ങൾക്ക് അറിയുന്നു കുഞ്ഞിലേ തൊട്ടിട്ടെ. പക്ഷേ നമ്മുടെ മക്കൾക്കൊന്നും അത് അറിയണമെന്നില്ല. ഇപ്പം ഞാനൊക്കെ കടയിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് എപ്പോഴും കാശൊന്നും നമ്മുടെ കയ്യിലുണ്ടായി വരില്ല. സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവൻ പറയുമ്പോൾ നമ്മൾ വാങ്ങി കൊടുക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് വേണം ഇത് വേണം പറയുമ്പോൾ ഞാൻ പറയും മോനെ പിന്നെ നമുക്ക് വാങ്ങാൻ പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇല്ല. അപ്പോൾ നമുക്ക് കുക്കറിലിട്ടിട്ട് കപ്പ വേവിക്കുക, അതിനുശേഷം തോരണ്ടാക്കാം. ആവശ്യമായ സാധനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ. വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ച കപ്പ, 1 മുറി നാളികേരം ചിരകിയത്, ആവശ്യത്തിന് വെള്ളം, പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് കറിവേപ്പില, കടുകുണ്ട്, പിന്നെ വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളാണ് ഒരു കപ്പത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ തേങ്ങ അരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ തേങ്ങ ഇട്ടു, അതിനുശേഷം 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒന്ന് ചതച്ചെടുക്കുക. അപ്പൊ നമ്മളിതാ ചതച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് കപ്പടുക, ആവശ്യത്തിന് ഉപ്പ്,
വെളുത്തുള്ളി നമ്മൾ തേങ്ങയും മഞ്ഞൾപ്പൊടി മുളകും വെളുത്തുള്ളിയും ചതക്കുക ചെയ്യേണ്ടത്. ഞാനിത് ചതക്കലില്ല, ഇങ്ങനെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം ഇളക്കുക. അപ്പൊ നമുക്കിത് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കാം. നല്ലോണം വെന്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കടുക് ഇട്ട് കൊടുത്തു. നമ്മളെ നാടൻ കറിവേപ്പിൻ്റെ ഇല കൊടുക്കുകയാണ്. വറവിലേക്ക് വേവിച്ച് വെച്ച കപ്പ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർക്കുകയാണ്. നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കപ്പത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഗൈസ്, അടിപൊളിയാണ്. നമ്മുടെ കപ്പത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടൻ ചായയും ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഗൈസ്, സൂപ്പറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നാളെ പുതിയൊരു വ്ളോഗുമായിട്ട് വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു.